Hallelujah. Hallelujah. Greetings in Jesus' mighty name. What a precious morning. യേശുക്രിസ്തുവിന്റെ അതുല്യ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം. എത്രമാത്രം മനോഹരമായിരിക്കുന്ന ഒരു Indeed, സുപ്രഭാതമാണ്. we are grateful to God for another beautiful day. തീർച്ചയായിട്ടും മറ്റൊരു അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായിട്ട് നാം ദൈവത്തോട് നന്ദിയുള്ളവരായി. Today I want to share from God's word, continuing on the message, beware of lawlessness, which we saw a couple of weeks ago. അല്പ ആഴ്ചകൾക്ക് മുമ്പാകെ നാം കണ്ടതായിട്ടുള്ള ആ ഒരു ദൂതിന്റെ തുടർച്ചയായിട്ട് അധർമ്മത്തിനെതിരെ കരുതിയിരിക്കാം എന്നുള്ള ആ ദൂതിന്റെ തുടർച്ചയായിട്ട് ഞാൻ ഇന്ന് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. We saw a couple of weeks ago how in the end of the age the Bible says the lawless one is going to come. അവസാന കാലത്ത് അധർമ്മത്തിൻ്റെതായിട്ടുള്ള ആ വ്യക്തി എപ്രകാരം പുറത്തു വരും എന്നുള്ളത് നാം വചനത്തിൽ നിന്ന് കാണുകയുണ്ടായി. We saw how in the last days there's going to be an increase in lawlessness. അധർമ്മത്തിൻ്റെതായിട്ടുള്ള ഒരു പെരുകൽ അല്ലെങ്കിൽ വർദ്ധിക്കുന്നതായിട്ടുള്ള അനുഭവം അവസാന നാളുകളിൽ എപ്രകാരം ഉണ്ടാകും എന്നുള്ളതും നാം കണ്ടു. That lawlessness is not the absence of a law, but it is a presence of our own law above any law that is put. അധർമ്മം എന്ന് പറയുന്നത് ഒരു നിയമമോ അല്ലെങ്കിൽ പ്രമാണമോ ഇല്ലാത്തതായിട്ടുള്ള അവസ്ഥയല്ല, എന്നാൽ ആയിരിക്കുന്ന ആ പ്രമാണത്തിന് മുകളിൽ നമ്മുടേതായിട്ടുള്ള ആ പ്രമാണം വെക്കുന്നതാകുന്നു അധർമ്മം എന്ന് പറയുന്നത്. Where we say, I know this is what the word of God says, but I want to do this. അവിടെ നാം ഇങ്ങനെ ഇതാകുന്നു അവസ്ഥ, അതായത് ദൈവത്തിൻ്റെതായിട്ടുള്ള വചനം ഇത് പറയുന്നു എന്ന് എനിക്ക് അറിയാം, എന്നാൽ അതെനിക്ക് ചെയ്യുവാൻ കഴിയുകയില്ല, എനിക്കിത് വേണം. I know the Bible says forgive, but I'm not able to forgive. ക്ഷമിക്കണമെന്ന് ദൈവവചനം പറയുന്നതായിട്ട് എനിക്കറിയാം, എന്നാൽ എനിക്ക് അത് ക്ഷമിക്കുവാൻ കഴിയുകയില്ല. I know the Bible says we must live together peacefully in marriage, but I'm not able to do that. എനിക്കറിയാം വിവാഹ ജീവിതത്തിൽ സമാധാനത്തോടുകൂടി ജീവിക്കണം എന്നുള്ളത് ദൈവവചനം പറയുന്നു, എന്നാൽ എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയുകയില്ല. So we saw last week how there's a man of Antichrist and there's the spirit of the Antichrist. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നാം കാണുകയുണ്ടായി എതിർ ക്രിസ്തു എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് എന്നുള്ളതും അതോടൊപ്പം തന്നെ അധർമ്മത്തിന്റെ ഒരു ആത്മാവുണ്ടെന്നുള്ളതും. And we saw how the signs of the spirit of the Antichrist. അതോടൊപ്പം തന്നെ എതിർ ക്രിസ്തുവിൻ്റെതായിട്ടുള്ള ആത്മാവിന്റെ ചില അടയാളങ്ങളെ കുറിച്ച് നാം കാണുകയുണ്ട്. So let's continue looking at this important topic. ഈ വളരെ സുപ്രധാനമായിട്ടുള്ള ഈ ദൂത് അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെ കുറിച്ച് നാം തുടർന്നും പഠിച്ചുകൊണ്ടിരിക്കാം. 2 Thessalonians chapter 2 verse 1 to 14 talks about this. 2 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള Chapter 2. 2-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 1 മുതൽ തുടർന്നുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. The Bible says in verse 1, now we request you, brethren, with regard to the coming of our Lord Jesus and the gathering together to him, that you not be quickly shaken from your composure or be disturbed either by three things, either by a spirit or by a message or by a letter which is from us. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുമുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് 3 കാര്യങ്ങൾ കാരണം നിങ്ങൾ ഇളകിപ്പോകരുത് അല്ലെങ്കിൽ ഞെട്ടിപ്പോകരുത് എന്ന് അവിടെ അദ്ദേഹം പറയുകയാകുന്നു. വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകിപ്പോവുകയും ഞെട്ടിപ്പോവുകയുമാണ്. So don't lose your subodham, your composure, and go away into different kinds of ideologies and beliefs, either being spoken to you by a spirit or by a message that seems to have come. Today so much is available everywhere on the internet or from people or from a letter in our name that has come as impostors. അതുകൊണ്ട് ഇവിടെ വ്യക്തമായിട്ട് വചനത്തിലൂടെ ലേഖകൻ പറയുകയാകുന്നു, നിങ്ങളുടെ സുബോധം വിട്ട് ഏതെങ്കിലും ഒരു ചിന്താരീതിയുടെ പുറകെയോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരു ആത്മാവാകുന്നു എന്നുള്ള തോന്നലിന്റെ പുറകെയോ അല്ലെങ്കിൽ ഞങ്ങൾ എഴുതി എന്നുള്ളതായിട്ടുള്ള ലേഖനത്തിലോ വചനത്താലോ നിങ്ങൾ പോകരുത്. So when it says do not be deceived or disturbed by a spirit, it means that there is going to be a demonic or angelic influence that is going to come in the last days. People are going to be listening to the teachings of the demonic. അപ്പോൾ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, വല്ല ആത്മാവിനാലോ ഇളകിപ്പോകരുത്, ഞെട്ടിപ്പോകരുത് എന്ന് പറയുമ്പോൾ അന്ത്യനാളുകളിൽ വ്യക്തികൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യാൻ പോകുന്ന പൈശാചികമായിട്ടുള്ള മറ്റൊരു ആത്മാവുണ്ട് എന്ന് പറയുന്നു. And there are going to be theological messages that are influenced and taught by demonic spirits into the hearts of people, and men will be teaching that. വ്യക്തികളുടെ ഹൃദയത്തിലേക്ക് പഠിപ്പിക്കുന്നതായിട്ടുള്ള പൈശാചികമായിട്ടുള്ള ആത്മാക്കൾ പഠിപ്പിക്കുന്നതായിട്ടുള്ള സ്വാധീനിക്കുന്നതായിട്ടുള്ള ദൈവശാസ്ത്രപരമായിട്ടുള്ള
ചില ചിന്തകളും വെളിപ്പാടുകളും ഉണ്ടാകാം. അത് പഠിപ്പിക്കുന്നത് മനുഷ്യർ തന്നെയാകാം. Or there is also going to come imposters who are naming the name of godly apostles but teaching lies. എന്നാൽ അപ്പോസ്തലന്മാർ എന്നുള്ള വ്യാജേന കപടഭക്തിക്കാരായി വന്നുകൊണ്ട് ചതിക്കുവാൻ തക്കവണ്ണം പുതിയ ഉപദേശങ്ങൾ പഠിപ്പിക്കുന്നവരുമുണ്ടാകാം. What does the Bible say? Bible says in this portion in 2 Thessalonians 2, it says, let nobody deceive you. First there is going to come a person of the Antichrist. അപ്പോൾ എന്താകുന്നു ഈ വേദഭാഗം പറയുന്നത്? ആരും നിങ്ങളെ ചതിക്കുവാൻ ഇടവരരുത്, എതിർ ക്രിസ്തുവിന്റെ വ്യക്തി വരുവാൻ പോകുന്നു. The Bible says he is going to be revealed. അവൻ വെളിപ്പെടുവാൻ പോകുന്നു എന്ന് വചനം പറയുന്നു. The Bible calls him the son of destruction. അവൻ നാശത്തിൻ്റെതായിട്ടുള്ള മകനാകുന്നു എന്ന വചനം അവനെ വിളിക്കുകയാണ്. Who opposes anything about Christ? He's going to be anti-Christ, opposing Christ. അവൻ ക്രിസ്തുവിന്റേതിനെ എല്ലാത്തിനെയും എതിർക്കുന്നവനാകുന്നു. അതുകൊണ്ട് അവനെ എതിർ ക്രിസ്തു എന്ന് വിളിക്കുന്നു. And he will place himself above every object of worship or everything that is going to be, every kind of God that is named. ദൈവമെന്നോ പൂജാ വിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയാകുന്നു അവൻ. And he will take his place in the temple, the Bible says. അവൻ ദേവാലയത്തിൽ ഇരുന്നുകൊണ്ട് എന്ന വചനം പറയുകയാണ്. And he will claim that he is God. ദൈവമെന്ന് അവൻ നടിക്കുമെന്ന് വചനം പറയുന്നു. In yesteryears they say that the Caesar did that. കഴിഞ്ഞ വർഷങ്ങളിൽ വചനം പറയുന്നത് കൈസർ അങ്ങനെ ചെയ്തു എന്നാകുന്നു. And through history at different times different people have claimed that they are God. ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന വ്യത്യസ്തമായിട്ടുള്ള കാലഘട്ടങ്ങളിൽ വ്യത്യസ്തരായിട്ടുള്ള വ്യക്തികൾ തങ്ങൾ ദൈവം എന്ന് അവകാശപ്പെടുകയുണ്ടായി. But there are some signs that are very very powerful about the coming days. എന്നാൽ വരുവാനിരിക്കുന്ന നാളുകളെ കുറിച്ച് വളരെ ശക്തമായിട്ടുള്ള ചില അടയാളങ്ങളുണ്ട്. That in these last days the Bible says knowledge will increase, and there are so many signs about the last days which we are beginning to see now. നാം ഇപ്പോൾ കാണുവാൻ പോകുന്ന അന്ത്യനാളുകളെ കുറിച്ചുള്ള ചില അടയാളങ്ങളുണ്ട്. അറിവ് പെരുകുമെന്നുള്ളതിനെ അതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള അടയാളങ്ങൾ. The Bible says this Antichrist he's being restrained until the fullness of time. കാല സമ്പൂർണത വരുന്നത് വരെയും ആ സമയമാകുന്നത് വരെയും ഈ അധമമൂർത്തി അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിനെ ഒതുക്കി നിർത്തിയിരിക്കുകയായിരിക്കും. And the Bible calls him the mystery of lawlessness. അധർമ്മത്തിൻ്റെതായുള്ള രഹസ്യം എന്ന വചനത്തെ അതിനെ പറയുന്നു. He is going to come. അവൻ വരുവാൻ പോകുന്നു. Verse 8 says, then that lawless one will be revealed, whom the Lord will slay with the breath of his mouth and bring an end by the appearance of the coming of the Lord. എട്ടാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, അപ്പോൾ അധമമൂർത്തി വെളിപ്പെട്ട് വരും, അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. And when he comes, verse 9 says, is going to be according to the activity of Satan and with all power and false wonders. ഒൻപതാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, അവൻ വരുമ്പോൾ സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും കൂടെ ആയിരിക്കും. And who are the people that are going to be listening to this Antichrist? ഈ എതിർ ക്രിസ്തുവിനെ ശ്രദ്ധിക്കുവാൻ പോകുന്നതായിട്ടുള്ള ആൾക്കാർ ആരായിരിക്കുന്നു? People who are interested in signs and wonders and miracles and all of that. അത്ഭുതങ്ങളും അടയാളങ്ങളിലും താല്പര്യമായിരിക്കുന്നവർ. But they do not receive the truth of God's word. എന്നാൽ ദൈവവചനത്തിൻ്റെതായിട്ടുള്ള സത്യം അവർക്ക് സ്വീകരിക്കാൻ താല്പര്യമില്ല. People interested in signs, miracles, wonders, all these things, but not in truth. സത്യം കേൾക്കുവാൻ താല്പര്യമില്ലാതെ ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും മാത്രം ഇഷ്ടപ്പെടുന്നവരാകുന്നു ഇങ്ങനെയുള്ള വ്യക്തികൾ. So that's the first part that this portion of scripture talks about. The Antichrist is going to come and he is going to do signs and wonders and he is going to do many things like Jesus did. ഈ വേദഭാഗത്തിന്റെ ആദ്യ ഭാഗം പറയുന്നത് എങ്ങനെയാകുന്നു? ഇപ്രകാരം അന്തിക്രിസ്തു അല്ലെങ്കിൽ എതിർ ക്രിസ്തു വന്ന് ഈ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് അവസാന നാളുകളിൽ വെളിപ്പെടുമെന്നുള്ളത്. I want you to know the Caesars did not do signs and wonders. കൈസർ അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. Many antichrists in the past did not do these things. പല വ്യക്തികളും ചരിത്രത്തിൽ ഇപ്രകാരം ചെയ്തിട്ടില്ല. But there is one that is coming. എന്നാൽ വരുവാനുള്ളവൻ. And the thing is that people are going to fall in love with him because he will say, I'm coming in peace. ഞാൻ സമാധാനത്തിൻ്റെതായുള്ള ദൂതനാകുന്നു എന്ന് പറയുന്നത് കൊണ്ട് വ്യക്തികൾ ഈ മനുഷ്യനെ സ്നേഹിക്കും എന്ന് വചനം പറയുകയാണ്. And who are the people that are going to stand? ആരാകുന്നു നിൽക്കുവാൻ പോകുന്നത്? Not the ones who name the
the name of Christ, ക്രിസ്തുവിന്റെ പേർ വിളിക്കുന്നവർ മാത്രമല്ല, but the ones who love the truth. എന്നാൽ സത്യത്തെ I സ്നേഹിക്കുന്നവരാകും. want to say that again, the ones who love the truth of God's word. ദൈവത്തിൻ്റെതായിട്ടുള്ള വചനത്തിന്റെ സത്യത്തെ സ്നേഹിക്കുന്നവരാകുന്നു നിൽക്കുവാൻ പോകുന്നത് ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു. And the Bible says in verse 11, those who don't love the truth and who love only the signs, wonders and miracles and all of that, who don't love the truth, the Bible says God is going to permit upon them a deluding spirit. 11-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന, അല്ലെങ്കിൽ ഇപ്രകാരം അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രം അന്വേഷിച്ച് നടക്കുന്ന ഇപ്രകാരമുള്ള വ്യക്തികൾ, അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുന്ന വ്യാജത്തിന്റെ വ്യാപാര ശക്തി ദൈവം അനുവദിക്കാൻ പോകുന്നു. They love demonstration of power, അവർക്ക് ഈ ശക്തിയുടെ വെളിപ്പെടുത്തലുകൾ ഇഷ്ടമാണ്, but they also love lawlessness. എന്നാൽ അവർക്ക് അധർമ്മവും ഇഷ്ടമാണ്. And for those people who love lawlessness and yet they are looking for signs and wonders, the Bible says they are going to be people that are going to be under the influence of a lying spirit. അധർമ്മത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ട് എന്നാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള വ്യക്തികൾക്ക് വചനം പറയുകയാകുന്നു, അവർ ഈ വ്യാജത്തിന്റെ വ്യാപാര ശക്തിയാൽ സ്വാധീനിക്കപ്പെടും. Today we see a lot of people in the churches who are going after lawlessness, and yet they are saying, I want signs and wonders, but their heart is not after God. ഇന്ന് സഭയിൽ പലപ്പോഴും അനേക വ്യക്തികളെ നമുക്ക് കാണുവാൻ കഴിയുന്നു, അവർ അധർമ്മത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിൽ അവർ മുന്നോട്ട് പോകുന്നു, എന്നാലും അവർ പറയുന്നത് എനിക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുവാനൊക്കെ വലിയ ആഗ്രഹമുണ്ടെന്നാണ്. The Bible says they will be, in verse 12, that they will be judged for what? Because they did not believe the truth, but they took pleasure in wickedness. അവർ സത്യം വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്നതിനാൽ അവർക്ക് ന്യായവിധി നേരിടേണ്ടി വരുമെന്ന് വചനം പറയും. But look what verse 13 says, but we should give thanks to God for you, brethren, beloved of the Lord, because God has chosen you from the beginning for salvation through sanctification by the Spirit and faith in the truth. എന്നാൽ 13-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിന്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തതുകൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സ്തുതിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു. I believe there is coming an open era of revolt against God and His word. ഞാൻ വിശ്വസിക്കുന്നു ഒരു തുറന്ന വർഷം, അത് വലിയ ദൈവത്തിൻ്റെതായിട്ടുള്ള വചനത്തോടും ദൈവത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളോടും എതിർക്കുന്ന ഒരു മറുതലിപ്പിന്റെ വർഷം വരുവാൻ പോകുന്നു. And then man is going to go after his own wisdom, intelligence, his own understanding, and he will exalt himself. മനുഷ്യൻ തന്നതായിട്ടുള്ള സാമർത്ഥ്യത്തിലും ബുദ്ധിയിലും ആ കാര്യത്തിലും മുന്നേറുവാൻ തക്കവണ്ണം മനുഷ്യൻ ശ്രമിക്കും. And then when the Antichrist comes with signs and wonders and things that are beyond what the common man can understand in science, oh, he will be very interested in that. ആ സമയത്ത് എതിർ ക്രിസ്തു ഒരു സാധാരണ മനുഷ്യനും മനസ്സിലാകാത്തതും ശാസ്ത്രത്തിന് വിശദീകരിക്കുവാൻ കഴിയാത്തതുമായിട്ടുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തുകൊണ്ട് വരുമ്പോൾ എല്ലാവരും അവനെ കാണുമ്പോൾ വളരെ താല്പര്യമുള്ളവരായിരിക്കും. And so we need to understand the method of the Antichrist is going to first be by deceiving people. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എതിർ ക്രിസ്തുവിന്റെ ശൈലി എന്ന് പറയുന്നത് വഞ്ചനയാകും. How is he going to deceive? അവൻ എങ്ങനെ വഞ്ചിക്കുവാൻ പോകുന്നു? He's going to deceive by one of two things. രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാകുന്നു എതിർ ക്രിസ്തു വഞ്ചിക്കുവാൻ പോകുന്നു. Even in the church, സഭയിലാണെങ്കിലും ശരി, the Bible says that he will offer a better belief system or a better ideology that man will find more exciting. കൂടുതൽ ആവേശം ജനിപ്പിക്കുന്നതായിട്ടുള്ള ഭേദപ്പെട്ട ഒരു ദൈവശാസ്ത്രമോ അല്ലെങ്കിൽ ഭേദപ്പെട്ടതായിട്ടുള്ള വിശ്വാസ രീതികളോ ഈ അന്ത്യക്രിസ്തു അല്ലെങ്കിൽ എതിർ ക്രിസ്തു പറഞ്ഞു തരും. Or he will offer a better reward. He will say, on earth I will give you this reward, and people will go after more exciting sounding offers, exciting sounding belief systems than this judgment by Jesus and hell and all those things, or go after rewards being offered by the Antichrist. അല്ലെങ്കിലോ ഭേദപ്പെട്ടതായിട്ടുള്ള പ്രതിഫലം ഈ ഭൂമിയിൽ തന്നെ നൽകുമെന്ന് പറയുന്നതായിട്ടുള്ള വ്യക്തികൾ എന്ത് ചെയ്യും? ഭേദപ്പെട്ടതായിട്ടുള്ള ആവേശമുണ്ടാക്കുന്നതായിട്ടുള്ള പ്രതിഫലം ലഭിക്കുന്ന ചിന്താരീതിയിലേക്ക് പോകുവാൻ താല്പര്യമാകും. ഈ ന്യായവിധി എന്നോ അല്ലെങ്കിൽ നരകമെന്നോ ഇതൊന്നുമില്ല എന്ന് പറയുന്നതൊക്കെ ആകാം. Because Satan will be a master deceiver. കാരണം പിശാച് ഒരു വലിയ വഞ്ചകനാകും. Today many preachers are preaching there is no hell, there is no death, there is no eternity away from God.
Because Satan is a master deceiver. Another gospel, another message, another spirit, another theology is coming from the master deceiver. ഇന്ന് അനേക പ്രസംഗകർ അവർ പ്രസംഗിക്കുന്നത് ഇന്ന് ന്യായവിധി ഇല്ലെന്നോ അല്ലെങ്കിൽ നരകമില്ലെന്നോ ആകുന്നു. അവർ പിശാചിനാൽ സ്വാധീനിക്കപ്പെട്ടവരാകുന്നു. കാരണം പിശാച് വഞ്ചിച്ചുകൊണ്ട് മറ്റൊരു സുവിശേഷം പറയുവാനായിട്ട് താല്പര്യപ്പെടുകയാകുന്നു. മറ്റൊരു ആത്മാവിനെ കുറിച്ച്, മറ്റൊരു സുവിശേഷത്തെ കുറിച്ച് പറയുവാനായിട്ട് പ്രത്യേകമായി താല്പര്യപ്പെടുന്നു. Satan deceived Adam and Eve. പിശാച് ആദമിനെയും ഹവ്വയെയും വഞ്ചിച്ചു. Satan tried to deceive Jesus. പിശാച് യേശുവിനെ വഞ്ചിക്കുവാൻ ശ്രമിച്ചു. Bible says in Matthew 24:24, Satan will deceive even the elect in the last days. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ തിരുവചനം ഇങ്ങനെ പറയുന്നു: പിശാച് അന്ത്യനാളുകളിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും അല്ലെങ്കിൽ വൃതന്മാരെ പോലും തെറ്റിക്കുവാനായിട്ട് ശ്രമിക്കും. False Christs and false prophets will come. കള്ള പ്രവാചകന്മാരും കള്ള ക്രിസ്തുക്കളും എഴുന്നേൽക്കുമെന്ന് പറയുകയാണ്. And they will show great signs and wonders. അവർ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കുമെന്ന് പറയും. And mislead many, including the elect. വൃതന്മാരെ വരെ തെറ്റിക്കുവാനായിട്ട് കഴിയുമെന്ന് പറയുന്നു. So one of the things you must keep in mind is that the last days, something like Jesus, people will come like that. അപ്പോൾ നാം ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അന്ത്യനാളുകളിൽ ക്രിസ്തുവിനെ പോലെയുള്ള എന്തൊക്കെയോ വരുവാൻ സാധ്യതയുണ്ട്. And they will offer counterfeits. Another thing Satan does other than deceiving is to offer a counterfeit. വഞ്ചിക്കുന്നതല്ലാതെ പിശാച് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കള്ളമായിട്ടുള്ള കാര്യങ്ങൾ നൽകും. That is also deception, but a different kind of deception. അത് വഞ്ചന തന്നെയാകുന്നു, എന്നാൽ അതിന്റെ വേറൊരു വകഭേദമാകും. Satan is a master counterfeit. പിശാച് ഒരു വലിയ വഞ്ചനക്കാരനാകും. Christ was born of God. ക്രിസ്തു യേശുക്രിസ്തു ദൈവത്താൽ ജനിക്കപ്പെട്ടു. The Antichrist, the man of distraction, will be born of Satan. എന്നാൽ അധമമൂർത്തിയായിരിക്കുന്ന എതിർ ക്രിസ്തു എന്ന് പറയുന്നത് അത് ജനിച്ചിരിക്കുന്ന പിശാചിൽ നിന്നാകുന്നു. Jesus was born of a virgin. യേശുക്രിസ്തു ജനിച്ചത് കന്യകയിൽ നിന്നാകും. The Antichrist will also try to counterfeit that. എതിർ ക്രിസ്തു ആണെങ്കിലും അങ്ങനെ തന്നെ ഒരു വ്യാജമായ രീതിയിൽ വരുവാൻ ശ്രമിക്കും. Jesus came in the flesh. യേശുക്രിസ്തു ജഡത്തിൽ വന്നു. The Antichrist will come in the flesh. എതിർ ക്രിസ്തുവും അങ്ങനെ തന്നെ വരും. Jesus, the Father and the Spirit are a trinity. പിതാവും യേശുവും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവമാകും. Antichrist, Satan and the false prophet in Revelation, they are a trinity. വെളിപ്പാടിൽ എതിർ ക്രിസ്തുവും കള്ളപ്രവാചകനും അതോടൊപ്പം തന്നെ പിശാചും ഇവരും തൃത്വം തന്നെയാകും. Jesus came as the Messiah for the whole world. യേശു ക്രിസ്തു സകല ലോകത്തിനുമുള്ള മെസ്സിഹായായി വന്നു. The Antichrist, the man, will come claiming he is the Messiah for the whole world. എതിർ ക്രിസ്തുവും അങ്ങനെ തന്നെ അവകാശപ്പെട്ടുകൊണ്ട് ഈ ലോകത്തിന്റെ രക്ഷകനായിക്കൊണ്ട് തന്നെ വരും. Jesus operated in the appointed Kairos times of God. യേശു ക്രിസ്തു ആണെങ്കിലോ ദൈവത്തിൻ്റെതായിട്ടുള്ള നിർണയിക്കപ്പെട്ട സമയത്തിൽ ഇടപെടുകയായിരുന്നു. But the Bible says 2 Thessalonians 2:6 that Antichrist is restrained until an appointed time. എന്നാൽ 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 6-ാം വാക്യത്തിൽ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു അന്ത്യക്രിസ്തു ഒരു പ്രത്യേക സമയം വരെ ഒതുക്കി നിർത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. Jesus, the Bible says, will be worshipped. യേശുക്രിസ്തു ആരാധിക്കപ്പെടുമെന്ന് വചനം പറയുന്നു. The Antichrist will make all nations worship him. എതിർ ക്രിസ്തു ആണെങ്കിലോ എല്ലാ രാജ്യങ്ങളും തന്നെ തന്നെ ആരാധിക്കുവാനുള്ള രീതിയിലേക്ക് ക്രമീകരിക്കും. Jesus is the image of the Father. യേശുക്രിസ്തു പിതാവിന്റെ പ്രതിച്ഛായയാകുന്നു. The Antichrist is going to be the image of Satan. അധമമൂർത്തി ആയിരിക്കുന്ന എതിർ ക്രിസ്തു എന്ന് പറയുന്നത് പിശാചിന്റേതായിട്ടുള്ള പ്രതിച്ഛായയായിരിക്കും. Jesus is coming back to the earth. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുന്നു. Antichrist is also going to come to the earth. എതിർ ക്രിസ്തുവും ഭൂമിയിലേക്ക് വരുന്നു. Jesus is going to sit himself down on the throne of God. യേശുക്രിസ്തു ദൈവത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ പോകുന്നു. The Antichrist is going to sit himself down in the temple of God. എതിർ ക്രിസ്തു ആണെങ്കിലോ ദൈവത്തിൻ്റെതായുള്ള ആലയത്തിൽ തന്നെ തന്നെ ഇരുത്തുവാൻ പോകുന്നു. Christ came as the Prince of Peace. യേശുക്രിസ്തു സമാധാനത്തിൻ്റെതായിട്ടുള്ള പ്രഭുവായി വന്നു. The Antichrist is going to come as a messenger of peace. എതിർ ക്രിസ്തു ആണെങ്കിലോ സമാധാനത്തിന്റെ ദൂതനായി വരുവാൻ പോകുന്നു. Jesus did signs, miracles and wonders. യേശുക്രിസ്തു അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു. The Antichrist will
come do signs, miracles and wonders. എതിർ ക്രിസ്തുവും അപ്രകാരം തന്നെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കും. Jesus raised people from the dead. യേശു ക്രിസ്തു വ്യക്തികളെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. The Antichrist in Revelation has the power to raise back to life. വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് എതിർ ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഒരു വ്യക്തിയെ ഉയർപ്പിക്കുവാനുള്ള ശക്തിയുണ്ട്. Christ is the Lord of the armies of heaven. യേശു ക്രിസ്തു എന്ന് പറയുന്നത് സ്വർഗ്ഗത്തിലെ സൈന്യങ്ങളുടെ ദൈവമാകും. The Antichrist is going to come as a political or military leader and as the leader of the hosts of heaven. എന്നാൽ എതിർ ക്രിസ്തുവാണെങ്കിലോ ഈ രാഷ്ട്രീയപരമായിട്ട് അല്ലെങ്കിൽ ഒരു സൈനിക ബലത്തിലുള്ള ഒരു അധിപനായി വന്നുകൊണ്ട് സ്വർഗീയ സേനയുടേതായിട്ടുള്ള നേതാവായി വരും. The gospel says Jesus was pierced by a spear. വചനം ഇങ്ങനെ പറയുന്നു, അല്ലെങ്കിൽ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നു, യേശു ക്രിസ്തു കുന്തത്താൽ ഉപദ്രവിക്കപ്പെട്ടു. Revelation says the Antichrist will be pierced by a sword. അതോടൊപ്പം തന്നെ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്ന എതിർ ക്രിസ്തുവിനെയും വാളിനാൽ കുത്തപ്പെടും. Oh, Jesus was raised from the dead. യേശു ക്രിസ്തു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. The Antichrist, Revelation says, will come back from death. വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, എതിർ ക്രിസ്തു മരണത്തിൽ നിന്ന് മടങ്ങി വരും. Jesus is going to be accepted as the ruler of the whole world. യേശു ക്രിസ്തുവിനെ സകല ലോകത്തിന്റെയും രാജാവായി വാഴ്ത്തപ്പെടും. Antichrist will be accepted as the ruler of the nations. എന്നാൽ എതിർ ക്രിസ്തുവാണെങ്കിലോ ഈ ലോകങ്ങളുടെ രാജ്യങ്ങളുടേതായിട്ടുള്ള രാജാവായി അല്ലെങ്കിൽ അധിപനായി അവകാശപ്പെടും. Jesus is the light of the world. യേശു ക്രിസ്തു ലോകത്തിന്റെ പ്രകാശമാകും. Antichrist will come as an angel of light. എതിർ ക്രിസ്തുവാണെങ്കിലോ പ്രകാശത്തിൻ്റെതായിട്ടുള്ള ദൂതനായി വരും. Jesus has sent his church on world missions. യേശു ക്രിസ്തു സഭയെ ലോകത്തിന്റെ ദൗത്യത്തിനായി അയച്ചിരിക്കുന്നു. The Antichrist will send his people on global mission. അതോടൊപ്പം തന്നെ എതിർ ക്രിസ്തുവാണെങ്കിലോ തന്റേതായിട്ടുള്ള വ്യക്തികളെ ആഗോള തലത്തിലുള്ള ദൗത്യങ്ങൾക്കായി അയക്കും. Jesus will sit as judge, judging the ungodly, the wicked and those who disobey God. യേശു ക്രിസ്തു ദൈവത്തെ അനുസരിക്കാത്തവരും അതോടൊപ്പം തന്നെ അവിശ്വാസികളുടെയും വിശ്വാസികളുടെയും എല്ലാം ന്യായം വിധിക്കുന്നവനായിരിക്കും. The Satan Antichrist is going to sit as judge and he's going to judge the ungodly and pronounce execution upon them, upon the godly. എന്നാൽ എതിർ ക്രിസ്തുവാണെങ്കിലോ എതിർ ക്രിസ്തു ദൈവികരായിട്ടുള്ള വ്യക്തികളുടെ മേൽ ന്യായം വിധിച്ച് അവരെ വധിക്കുവാനായിട്ട് കൽപ്പിക്കും. Bible says there is going to be 1,000-year rule by Jesus. വചനം പറയുകയാകുന്നു, യേശു ക്രിസ്തുവിന്റെ 1000 വർഷമുള്ള ഒരു ഭരണം ഉണ്ടാകുമെന്ന്. Antichrist is going to rule for those 7 years. എതിർ ക്രിസ്തുവാണെങ്കിലോ 7 വർഷം ഭരിക്കുവാൻ പോകുന്നു. Jesus speaks the truth. യേശു ക്രിസ്തു സത്യം പറയുന്നു. Antichrist will speak to you and me half truths and lies. എതിർ ക്രിസ്തു എന്നോടും നിങ്ങളോടും പകുതി സത്യങ്ങളും നുണകളും പറയും. Jesus was raised from the dead. യേശു ക്രിസ്തു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടു. The Antichrist was going to be raised from the dead. എതിർ ക്രിസ്തുവും അപ്രകാരം മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടു. Jesus has the kingdom of God. യേശു ക്രിസ്തുവിന് ദൈവരാജ്യമുണ്ട്. Antichrist has the kingdom of Satan. എതിർ ക്രിസ്തുവിന് പിശാചിന്റേതായുള്ള രാജ്യമുണ്ട്. Jesus wants to fill man with the Holy Spirit. ദൈവത്തിന്റെ ആഗ്രഹം, യേശുവിന്റെ ആഗ്രഹം മനുഷ്യരെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമെന്നാകും. The Antichrist wants to fill the world and the people in the church with false, counterfeit, evil spirits. എന്നാൽ എതിർ ക്രിസ്തുവിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് സഭയിലുള്ള വ്യക്തികളാകട്ടെ ലോകത്തെ ആകട്ടെ സകലരെയും തെറ്റായിട്ടുള്ള അധമമായിട്ടുള്ള കപടമായിട്ടുള്ള ആത്മാവിനാൽ നിറയ്ക്കുവാൻ ആഗ്രഹിക്കും. He will lie to people. എതിർ ക്രിസ്തു വ്യക്തികളോട് നുണ പറയും. He will blind people's eyes. വ്യക്തികളുടേതായുള്ള കണ്ണിനെ കുരുടാക്കും. And the way it is going to happen, അത് നടക്കാൻ പോകുന്നത് is going to happen for those people who do not love the truth. സത്യം സ്നേഹിക്കാത്തവർക്കായിരിക്കും ഇതെല്ലാം സംഭവിക്കും. Satan, if he cannot deceive you, then he will accuse you and oppose you. പിശാചിന് നിങ്ങളെ വഞ്ചിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ മേൽ കുറ്റം ചുമത്തി നിങ്ങളെ പ്രതിരോധിക്കുവാൻ നോക്കും. There are only two major things that Satan is going to try. പിശാച് ശ്രമിക്കുവാൻ പോകുന്ന 2 പ്രധാന കാര്യങ്ങളേ ഉള്ളൂ. Deceive the elect, ഒന്നെങ്കിൽ വൃതന്മാരെ തെറ്റിക്കുക, or oppose the elect. ഇല്ലെങ്കിൽ അവർക്കെതിരെ പ്രവർത്തിക്കുക. And you and I, those who love God, we would think maybe I'm not going to stand against Jesus. ഞാനും നിങ്ങളും യേശുവിനെ സ്നേഹിക്കുന്നവരാകിയാൽ നാം ഇപ്പോൾ ചിന്തിക്കുമായിരിക്കാം, ഞാൻ യേശുവിനെതിരെ നിൽക്കുകയില്ല. But do you love the truth? എന്നാൽ നിങ്ങൾ സത്യത്തെ സ്നേഹിക്കുന്നുവോ? Or do you love people who will keep us happy, cajole us and tell us, no, you are the best, nothing is wrong, everything is good? Do you love the truth? അതോ നിങ്ങളെ തന്നെ സുഖിപ്പിച്ച നിങ്ങളെ സന്തോഷിപ്പിച്ച് നിർത്തുന്ന കാര്യങ്ങൾ മാത്രമാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്? നിങ്ങൾ സത്യത്തെ സ്നേഹിക്കുന്നവരാണ്. The Bible talks about not only a man of lawlessness
but also talks about the mystery of lawlessness. വചനം പറയുന്നത് അധമമൂർത്തിയാകുന്ന മനുഷ്യനെ കുറിച്ച് മാത്രമല്ല, എന്നാൽ ഈ അധർമ്മത്തിന്റെ ആത്മാവിനെ കുറിച്ചുമാകും. In fact, the Bible says that the Antichrist, many Antichrists have come so far. തിരുവചനം ഇങ്ങനെ പറയുന്നു, ഒരുപാട് എതിർ ക്രിസ്തുക്കൾ ഇതുവരെ വന്നിരിക്കുന്നു. Which means anyone opposing the truth of what Jesus has to say from the word of God. അതിന്റെ അർത്ഥം ദൈവവചനത്തിൽ നിന്ന് യേശുക്രിസ്തുവിന് എന്ത് സത്യം പറയുവാനുണ്ടോ അതിനെ എതിർക്കുന്നവരാകുന്നു. The word of God is final, and I read this morning, it does not matter even if there are thousands of libraries teaching theologies of men, what the word of God says, that is going to stand final. എത്രമാത്രം മനുഷ്യരുടേതായിട്ടുള്ള ദൈവശാസ്ത്രം പഠിപ്പിക്കുന്ന ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഉണ്ടെങ്കിലും ശരി, ദൈവവചനം എന്ന് പറയുന്നത് അത് ഏറ്റവും പരമമായിട്ടുള്ള കാര്യമാകും. So what do I want to say today? അങ്ങനെയെങ്കിൽ ഞാൻ ഇന്ന് എന്താ പറയാൻ The ആഗ്രഹിക്കുന്നു? Antichrist may be yet to come, എതിർ ക്രിസ്തു ഇനി വരുവാനുണ്ടായിരിക്കും. but the spirit of the Antichrist is already here and operating. എന്നാൽ അധർമ്മത്തിന്റെ ആത്മാവ് ഇപ്പോൾ തന്നെ ഇവിടെ ഉണ്ട്, അവിടെ സജീവമായി പ്രവർത്തിക്കുകയും ചെയ്യും. 1 John chapter 4 verse 3 says, 1 യോഹന്നാൻ 4 അധ്യായത്തിന്റേതായിട്ടുള്ള 3 വാക്യം ഇങ്ങനെ പറയുന്നു, and every spirit that does not confess that Jesus does not confess Jesus is from God, this is the spirit of the Antichrist. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. Which means the spirit of the Antichrist wants us to doubt whether Jesus is Lord. He will confuse us with lies and information and theology and all of that and say, no, Jesus is not Lord. അതുകൊണ്ട് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് പലപ്പോഴും നമ്മെ താല്പര്യപ്പെടുന്നത് ഈ ദൈവത്തിൻ്റെതായുള്ള ആത്മാവിനെ സംശയിക്കുവാനായിട്ടും യേശു കർത്താവാണോ എന്നുള്ള ആശയക്കുഴപ്പം കൊണ്ടിരുന്ന രീതിയിലുള്ള ചിന്തകളും ദൈവശാസ്ത്രപരമായിട്ടുള്ള വാദങ്ങളും ഒക്കെ അതാകുന്നു എതിർ ക്രിസ്തുവിന്റെ താല്പര്യം. 1 John 2:18 says, 1 യോഹന്നാൻ 2 അധ്യായത്തിൻ്റെതായിട്ടുള്ള 18 വാക്യം ഇങ്ങനെ പറയുന്നു, children, this is the last hour. ഇത് അന്ത്യനാളുകളാകുന്നു, അവസാന നാഴികയാകുന്നു കുഞ്ഞുങ്ങളെ. And just as you have heard that Antichrist is coming, even now many Antichrists have appeared. എതിർ ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഇപ്പോൾ അനേകം എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കാൻ അന്ത്യനാഴികയാകുന്നു എന്ന് നമുക്കറിയാം. Not only is there a spirit of Antichrist, people are going to operate under this spirit. എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് ഉണ്ട് എന്നുള്ളത് മാത്രമല്ല, എന്നാൽ വ്യക്തികൾ ഈ എതിർ ക്രിസ്തുവിന്റെ ആത്മാവിന്റെ സ്വാധീനത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യും. 2 John and verse 7 says, many deceivers have gone out into the world, those who do not acknowledge Jesus coming in the flesh. This is the deceiver and the Antichrist. 2 യോഹന്നാൻ 1 അധ്യായത്തിന്റെ 7 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യേശുക്രിസ്തുവിനെ ജഡത്തിൽ വന്നവനെന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നുവല്ലോ, വഞ്ചകനും എതിർ ക്രിസ്തുവും ഇങ്ങനെയുള്ളവനാകുന്നു. People, listen to me. ജനം എന്നെ ശ്രദ്ധിച്ചാട്ടെ. So much of the church is waiting for the person of the Antichrist. എതിർ ക്രിസ്തുവാകുന്ന വ്യക്തിക്ക് വേണ്ടി സഭ കാത്തിരിക്കുകയാണ്. But they are blinded that many people opposing the truth of God's word, or who don't want to listen to the truth of God's word and teaching lies, those Antichrists are already influencing in the churches. എന്നാൽ ദൈവത്തിൻ്റെതായിട്ടുള്ള സത്യം കേൾക്കാതെ ദൈവം ആഗ്രഹിക്കുന്നതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന അനേക വ്യക്തികൾ അവർ ഇപ്പോൾ തന്നെ അവർ സജീവമായി ആയിരിക്കുന്നു, സഭകളിൽ ഉണ്ട് എന്നുള്ളത് പലരും മറന്നുപോകും. Many are naming the name of Christ but denying his power. പലരും ക്രിസ്തുവിൻ്റെതായിട്ടുള്ള നാമം എടുക്കുന്നു, എന്നാൽ ക്രിസ്തുവിന്റെ ശക്തിയെ അവർ എതിർക്കുന്നു. Although Paul prophetically is talking about the coming of the person of the Antichrist. ആ എതിർ ക്രിസ്തു എന്ന വ്യക്തിയുടെ വരവിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പ്രവചിക്കുകയാണെങ്കിലും ശരി, who will stand up and oppose God. അവൻ എഴുന്നേറ്റ് ദൈവത്തിന് എതിരായി നിൽക്കും. He also says that these forces are already there, these demonic forces are already prevalent in our society. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നമ്മുടേതായിട്ടുള്ള സമൂഹത്തിൽ ഈ പൈശാചികമായിട്ടുള്ള ശക്തികൾ ഇപ്പോൾ തന്നെ സജീവമായുണ്ട്. But I want to tell you today, എന്നാൽ ഞാൻ നിങ്ങളോട് ഇന്ന് പറയട്ടെ, the righteous will follow the spirit of obedience to Christ. നീതിമാൻ ക്രിസ്തുവിനെ അനുസരിക്കുന്ന ആത്മാവിനെ പിൻപറ്റും. Oh, the righteous will follow the righteous one. നീതിമാൻ എപ്പോഴും നീതിയുള്ളവനെ തന്നെ പിൻപറ്റും. And the lawless will follow the lawless one. അധർമ്മത്തിൻ്റെതായിട്ടുള്ള വ്യക്തികൾ അധർമ്മമൂർത്തിയെ തന്നെ അവർ പിൻപറ്റുകയും ചെയ്യും. Who are you following today? നിങ്ങൾ ഇന്ന് ആരെ പിൻപറ്റുന്നു? Are you longing after the word and saying, even though I don't feel like obeying the word,
I will obey it because I'm following the righteous one. നിങ്ങൾ ഈ ദൈവവചനത്തിനായി വിശക്കുകയും അതോടൊപ്പം തന്നെ നിങ്ങൾക്കത് ചെയ്യുവാൻ താല്പര്യമില്ലാത്തപ്പോൾ പോലും ഞാൻ ഇതാകുന്നു ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ച് ചെയ്യുക, കാരണം ഞാൻ പിൻപറ്റുന്നത് ഈ നീതിയുള്ള ദൈവത്തെ ആകും. Or are you listening to teachings and theology and things that are influenced by demonic influences and released by antichrist spirits into the world? Are you listening to those things and now beginning to doubt whether Jesus came in the flesh and is really Lord? അതോ പൈശാചികമായിട്ടുള്ള സ്വാധീനത്തിൽ നിന്നുകൊണ്ട് എതിർ ക്രിസ്തുവിനെ പോലെ പ്രവർത്തിക്കുന്ന വ്യക്തികൾ നൽകുന്നതായിട്ടുള്ള ഉപദേശങ്ങളാണോ ചിന്തകളാണോ നിങ്ങൾ കേട്ട് ഇപ്പോൾ നിങ്ങൾ സംശയത്തോടെ ചിന്തിക്കുന്നത് യേശു ക്രിസ്തു യഥാർത്ഥത്തിൽ കർത്താവ് തന്നെയാണോ? Many people today may be in Christian leadership, ഇന്ന് അനേക വ്യക്തികൾ ക്രിസ്തീയ നേതൃത്വത്തിൽ തന്നെ may be serving God in full-time ministry, അവർ പൂർണ്ണസമയ സുവിശേഷ വേലയിലായിരിക്കാം, yet the heart walks in lawlessness. എങ്കിലും അവരുടെ ഹൃദയം അധർമ്മത്തിൽ The നടക്കും. Bible says, woe to you, Pharisees, you hypocrites. വചനം പറയുകയാകുന്നു, കപടഭക്തിക്കാരും പരീശന്മാരുമായുള്ളവരെ ഹാ കഷ്ടം. I believe as a shepherd, one of the call on my life is to be like a watchman. ഞാൻ വിശ്വസിക്കുന്നു, ഒരു ഇടയൻ എന്നുള്ള രീതിയിൽ എന്റെ മേലുള്ള വിളി എന്ന് പറയുന്നത് ഒരു കാവൽക്കാരൻ്റെതുമാകുന്നു. Is to cry out when the wolves are coming. ചെന്നായ്ക്കൾ വരുമ്പോൾ ഉറക്കെ അറിയിക്കുവാൻ അല്ലെങ്കിൽ നിലവിളിക്കുവാനാകും. And to tell the church that the spirit of the Antichrist, the lawless one, is already operating in the world and in the church. അങ്ങനെ സഭയോട് പറയാനായിട്ട് ഈ അധമമൂർത്തിയുടേതായിട്ടുള്ള അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് ഇപ്പോൾ തന്നെ ലോകത്തിലുമുണ്ട്, സഭയിലുമുണ്ട്. That is why Matthew 23:27-28 says, woe to you, Pharisees, you hypocrites, you're like whitewashed tombs, which are on the outside you're beautiful, but on the inside full of dead men's bones and all uncleanliness. So you too outwardly appear righteous to men, but inwardly you're full of hypocrisy and lawlessness. അതുകൊണ്ടാകുന്നു മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 27-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്, കപടഭക്തിക്കാരായിട്ടുള്ള ശാസ്ത്രിമാരും പരീശന്മാരായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം. വെള്ള തേച്ച ശവക്കല്ലറകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു. അവ പുറമേ അഴകായി ശോഭിക്കുന്നുവെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ തന്നെ പുറമേ നിങ്ങൾ നീതിമാന്മാർ എന്ന് മനുഷ്യർക്ക് തോന്നുന്നു, അകമേയോ കപടഭക്തിയും അധർമ്മവും നിറഞ്ഞവരത്രേ. Many believers, many men of God, oh, no joy of the Lord, no peace of God, no excitement about walking with Jesus, because their love has grown cold. അനേക വിശ്വാസികൾക്ക്, അനേക ദൈവദാസന്മാർക്ക് അവർക്ക് ഈ കർത്താവിലുള്ള സന്തോഷം അവർക്കില്ല, ആത്മാവിലുള്ള ആവേശം അവർക്കില്ല, കാരണം അവർക്ക് യേശുവിനോടുള്ള സ്നേഹം കുറഞ്ഞു പോയിരിക്കുന്നു. One of the things I saw in the scriptures have really shaken me, and I want to look at the sign, one of the signs of lawlessness. ദൈവവചനത്തിൽ ഞാൻ കണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം എന്നെ വളരെ കുലുക്കിയിരിക്കുന്നു. അത് അധർമ്മത്തിൻ്റെതായിട്ടുള്ള ഒരു അടയാളത്തെ കുറിച്ചാകുന്നു. Matthew's Gospel 24 and verse 12. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. It says, because lawlessness is increased, most people's love will grow cold. അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. Today look around the church. ഇന്ന് സഭയിൽ നിങ്ങൾ അന്യോന്യം അല്ലെങ്കിൽ ചുറ്റും നോക്കിയാട്ടെ, Love for Jesus is growing cold. യേശുവിനോടുള്ള സ്നേഹം കുറഞ്ഞു പോയിരിക്കുന്നു. You know what that means? അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? It means lawlessness is increasing in the church. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് സഭയിൽ അധർമ്മം പെരുകുന്നു. How's your heart today? ഇന്ന് നിങ്ങളുടെ ഹൃദയം എങ്ങനെയായിരിക്കുന്നു? How is your heart? Is it burning for Jesus? ഇന്ന് നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിന് വേണ്ടി ജ്വലിക്കുന്നുണ്ടോ? Or is your love for Jesus growing cold? അതോ യേശുവിനോടുള്ള നിങ്ങളുടെ സ്നേഹം തണുത്തു പോയിരിക്കുന്നു? Is your love for the world increasing? ലോകത്തിനോടുള്ള നിങ്ങളുടെ സ്നേഹം വർദ്ധിക്കുന്നു? Is your love for people's recognition increasing? വ്യക്തികളുടേതായുള്ള അംഗീകാരം നിങ്ങൾക്ക് ലഭിക്കുന്നത് അതാണോ നിങ്ങൾക്ക് നേരെ താല്പര്യം? Is a good reputation, is a passion for that increasing? ആ ഒരു സൽകീർത്തി അല്ലെങ്കിൽ ആ ഒരു നല്ല പേര് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് അതാകുന്നു വർദ്ധിക്കുന്നത്? Is your love for wealth and all kinds of prosperity increasing? ധനത്തിനോടും സമൃദ്ധിയോടുമുള്ള നിങ്ങളുടെ താല്പര്യമാണോ വർദ്ധിക്കുന്നത്? And is your love for Jesus growing cold? അതോടൊപ്പം തന്നെ യേശുവിനോടുള്ള സ്നേഹം തണുത്തു പോകുന്നു. When is the last time you poured over scriptures and your heart broke with the things that break God's heart? ദൈവത്തിന്റെ ഹൃദയം തകർക്കുന്നതായുള്ള കാര്യങ്ങൾ നിങ്ങൾ അവസാനമായി ദൈവവചനം വായിച്ചപ്പോൾ എപ്പോഴാണ് അവസാനമായി നിങ്ങൾ കണ്ടത്? Or do you love Jesus because you love you?
അതോ നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണോ? Jesus died യേശു ക്രിസ്തു മരിച്ചത് not just to take us to heaven, നമ്മെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ മാത്രമല്ല, but Titus 2:14 says he died to deliver us from a life of lawlessness. എന്നാൽ തീത്തോസിൻ്റെതായിട്ടുള്ള പുസ്തകം 2-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 14-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത് അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുക്കുവാനാണ്. സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ, to deliver us from every lawlessness. എല്ലാ അധർമ്മത്തിന്റെ പ്രവർത്തികളിൽ നമ്മെ വീണ്ടെടുക്കുവാനായിട്ട് യേശു ക്രിസ്തു മരിച്ചു. When the lawlessness comes in the church, അധർമ്മം സഭയിലാകുമ്പോൾ the church's message will grow cold. സഭയുടേതായിട്ടുള്ള ദൂത് അത് തണുപ്പാകും. These following things will become shallow. ഈ ചില കാര്യങ്ങൾ പതുക്കെ തണുത്ത് അല്ലെങ്കിൽ വളരെ നിസ്സാരമായിക്കൊണ്ടിരിക്കും. The preachers will preach shallow messages. പ്രസംഗകർ വളരെ പൊതുവായിട്ടുള്ള അല്ലെങ്കിൽ ആഴമില്ലാത്തതായിട്ടുള്ള സന്ദേശങ്ങൾ പറയുവാൻ, making sure we won't hurt anybody. ആരെയും ഉപദ്രവിക്കാത്ത സന്ദേശം. Oh, they will keep everybody happy so that people will come to church. എല്ലാവരെയും സംതൃപ്തരാക്കി അല്ലെങ്കിൽ സന്തോഷിപ്പിച്ച് അവർ സഭയിലേക്ക് മടങ്ങി വരുവാൻ. Message will grow shallow. അപ്പോൾ സന്ദേശങ്ങൾ വളരെ പൊതുവായിട്ടുള്ളതായിരിക്കും. The church's discernment will grow shallow. സഭയുടേതായിട്ടുള്ള ആ വിവേചനം അതും വളരെ നിസ്സാരമായി മാറും. They won't know what to discern because they don't know the truth. എങ്ങനെ അതിനെ വിവേചിക്കണമെന്ന് അറിയുകയില്ല, കാരണം സത്യം അറിയാത്തതുകൊണ്ട്. And they have practiced lawlessness so much, now they don't know how to discern lawlessness and godliness. അപ്പോൾ അധർമ്മത്തിൽ അവർ വളരെ സജീവമായി നിൽക്കുന്നത് കൊണ്ട് ഇപ്പോൾ അധർമ്മത്തോടൊപ്പം തന്നെ ദൈവികത എന്തെന്ന് അവർക്ക് അറിയുകയില്ല. People will think the knowledge of the truth is actually a love for God. പലപ്പോഴും വ്യക്തികൾ ചിന്തിക്കുന്നത് ദൈവത്തെക്കുറിച്ചുള്ള അറിവാകുന്നു ദൈവത്തോടുള്ള എന്റെ സ്നേഹമെന്ന്. No, the real church within the church will love God and love the truth and hate lawlessness. എന്നാൽ ശരിയായിട്ടുള്ള സത്യസഭ സഭയ്ക്കുള്ളിൽ തന്നെ ഉണ്ടെങ്കിൽ അവർ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിന്റെ സത്യത്തെ സ്നേഹിക്കുകയും അധർമ്മത്തെ വെറുക്കുകയും ചെയ്യും. In the last days the message of the church will get diluted. അന്ത്യനാളുകളിൽ അവസാന ദിവസങ്ങളിൽ സഭയുടേതായിട്ടുള്ള സന്ദേശങ്ങൾ അത് മിശ്രിതമായിരിക്കും, അതിൽ തെറ്റുകൾ ഉണ്ടാകും. The discernment will get diluted. വിവേചനം വളരെ കുറഞ്ഞ നിലവാരത്തിലായിരിക്കും. The mission of the church will get diluted. ദൈവത്തിൻ്റെതായിട്ടുള്ള ദൗത്യം അതും വളരെ കുറഞ്ഞ നിലവാരത്തിലായിരിക്കും. The church will not care about the mission of the lost. സഭ ഇപ്പോൾ നഷ്ടമായിരിക്കുന്ന വ്യക്തികളിലേക്ക് എത്തേണ്ട കാര്യത്തെക്കുറിച്ചൊന്നും ബോധവാന്മാരായിരിക്കില്ല. Their mission will be self glory. അവരുടേതായിട്ടുള്ള ചിന്ത മുഴുവൻ അല്ലെങ്കിൽ ദൗത്യം മുഴുവൻ എങ്ങനെ നമ്മളെ തന്നെ ഉയർത്താം. The methods of the church will get diluted. സഭയുടേതായിട്ടുള്ള വഴികളെല്ലാം അതിലും വലിയ കലർപ്പുണ്ടാകും. We will use the methods of the world. നാം ലോകത്തിൻ്റെതായുള്ള വഴികൾ ഉപയോഗിക്കും. And our hatred for sin will get diluted. പാപത്തോടുള്ള നമ്മുടെ വെറുപ്പ് അതും കുറഞ്ഞു വരും. We, in the name of loving people, will begin to hate God and His word. വ്യക്തികളെ സ്നേഹിക്കുന്നു എന്നുള്ള പേരിൽ ദൈവത്തെയും ദൈവത്തിന്റെ വചനത്തെയും നാം പതുക്കെ വെറുക്കുവാൻ തുടങ്ങും. The Bible says in the last days. തിരുവചനം പറയുന്നു അന്ത്യനാളുകളിൽ. Matthew's Gospel 13. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം. The Bible says the man came and sowed seed, and in the night an enemy came and sowed tares among the wheat. ഒരുവൻ അവൻ ആ വയലിൽ ആ ഒരു സ്ഥലത്ത് അവൻ വിത്ത് വിതച്ചു, എന്നാൽ ശത്രു രാത്രി വന്ന് അവിടെ കള വിതച്ചു എന്ന് പറയുകയാണ്. The Bible says, so just the Lord is going to send the angels in the last days and harvest these tares away. വചനം ഇങ്ങനെ പറയുന്നു, അവസാന നാളുകളിൽ ദൈവം ദൂതന്മാരെ അയച്ചുകൊണ്ട് ഈ കളകൾ എടുത്തു മാറ്റുമെന്നുള്ളത്. And will throw them in the fire. അവയെ അഗ്നിയിലിടുമെന്ന് പറയുന്നു. The Bible says the Son of Man is going to send his angels and do this. മനുഷ്യപുത്രനും അപ്രകാരം തന്നെ തന്റെ ദൂതന്മാരെ അയച്ചുകൊണ്ട് ഇത് ചെയ്യുമെന്ന് വചനം പറയുന്നു. For whom Matthew's Gospel 13:41 says. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെതായിട്ട് 41-ാമത്തെ വാക്യം അത് പറയുകയാണ്. It says, and the Son of Man will send his angels, they will gather out of his kingdom all the stumbling blocks. മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും, അവർ അവന്റെ രാജ്യത്തിൽ നിന്നുള്ള എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത്. He is going to remove from his kingdom two groups of people. രണ്ട് കൂട്ടരെ തന്റേതായുള്ള രാജ്യത്തിൽ നിന്ന് ദൈവം മാറ്റുമെന്ന് പറയും. All stumbling blocks. എല്ലാ ഇടർച്ചകളെയും. And all practicing lawlessness. എല്ലാ അധർമ്മം പ്രവർത്തിക്കുന്നവരെ. Bible says, and he will throw them in the fire. അവരെ കൂട്ടിച്ചേർത്ത് തീച്ചൂളയിൽ ഇട്ടുകളയും. Church of God, we must tremble.
ജനമേ നാം വിറയ്ക്കേണ്ടതാകും. We must fear the Lord. നിങ്ങൾ ദൈവത്തെ ഭയപ്പെടേണ്ടതാകും. We must love the truth. നിങ്ങൾ സത്യത്തെ അന്വേഷിക്കേണ്ടതാകും. Are you or I a stumbling block in the kingdom? ഞാനും നിങ്ങളും ദൈവരാജ്യത്തിൽ ഒരു ഇടർച്ചയാകുന്നുവോ? Are telling people, I know the word says that, but it's okay, your feelings are more important than the truth. നാം ഇങ്ങനെ പറയുന്നുണ്ടോ? ആ ദൈവവചനം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, എന്നാൽ നിങ്ങളുടെ തോന്നലുകളാണ് വളരെ പ്രധാനം. The Bible says such people will be thrown into eternal fire where there will be weeping and gnashing of teeth. വചനം പറയുകയാകുന്നു, അവരെ നിത്യമായിട്ടുള്ള അഗ്നിയിലേക്ക് ഇട്ടുകളയും, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. And verse 43 says, 43-ാമത്തെ വാക്യം പറയുന്നു, then the righteous shall shine forth as the sun in the kingdom of my Father. അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. Let him who has ear, let him hear. That is what I want to say today. അതാകുന്നു ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. God is calling us to follow him. ദൈവം നമ്മെ വിളിക്കുന്നത് ദൈവത്തെ പിൻപറ്റുവാനാണ്. That's why Ephesians chapter 5, you can go back and read the whole thing. It says, therefore people be imitators of God. അതുകൊണ്ട് എഫെസ്യ ലേഖനത്തിന്റെ 5-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു, അതുകൊണ്ട് ദൈവത്തെ നിങ്ങൾ അനുകരിപ്പീൻ. Walk in love as Christ has loved you. ക്രിസ്തു എപ്രകാരം നിങ്ങളെ സ്നേഹിച്ചുവോ അതുപോലെ നിങ്ങളും സ്നേഹത്തിൽ നടപ്പീൻ. Don't let any immorality be among you in the church. അധർമ്മമായിട്ടുള്ള ഒരു കാര്യവും നിങ്ങളിൽ കൂടെ സഭയിൽ ആയിരിക്കുവാൻ അനുവദിക്കരുത്. No filthy talk or coarse jesting or sexual jokes or lies or all those things. Don't let that be among you. ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും ചീത്തതിലും പൊട്ടച്ചൊൽ കളിവാക്ക് ഇതൊന്നും അരുത്. Bible says in Ephesians 5:5, it says, for you know for certainty, no immoral person, no covetous person, none of these people are going to inherit the kingdom of heaven. എഫെസ്യ ലേഖനത്തിന് 5-ാം അധ്യായത്തിന് 5-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദിവ്യാഗ്രഹി ഇവർക്കും ആർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. Don't let anybody deceive you. ആരും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. But walk in love for God. എന്നാൽ ദൈവത്തിന്റെ സ്നേഹത്തിൽ നടക്കുക. That's why verse 15 says, അതുകൊണ്ടാകുന്നു 15-ാമത്തെ വാക്യം പറയുന്നത്, be careful how you walk. നിങ്ങൾ എങ്ങനെ നടക്കുന്നു എന്നുള്ളത് സൂക്ഷിച്ചുകൊള്ളുക. Not as unwise but as wise people. അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായിട്ട്. People of God today, don't walk in a spirit of lawlessness. ദൈവജനമേ, അതുകൊണ്ട് നിങ്ങൾ ഇന്ന് അധർമ്മത്തിന്റെ ആത്മാവിന്റെ കീഴിൽ നടക്കരുത്. The sign is when our heart grows cold. We are not interested in the things of God. അതിന്റെ അടയാളം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം തണുത്തിരിക്കുന്നു, നമ്മുടെ സ്നേഹം തണുത്തിരിക്കുന്നു, നമുക്ക് ദൈവകാര്യങ്ങളിൽ താല്പര്യമില്ല. If your heart is growing cold, നിങ്ങളുടെ ഹൃദയം ഇന്ന് തണുത്തിരിക്കുന്നുവെങ്കിൽ, and the love for the truth is not there, സത്യത്തെക്കുറിച്ചുള്ള സ്നേഹമില്ല എങ്കിൽ, I want to tell you today, ഞാൻ നിങ്ങളോട് പറയട്ടെ, that is a sign of lawlessness. അത് അധർമ്മത്തിന്റെ ലക്ഷണമാകും. And I want to warn the church, ഞാൻ ഇന്ന് സഭയെ താക്കീത് ചെയ്യുന്നു, beware of lawlessness. അധർമ്മത്തെ കരുതിയിരിക്കുക. But in that place, എന്നാൽ ആ സ്ഥാനത്ത് love the truth, ദൈവത്തിന്റെ സത്യത്തെ സ്നേഹിക്കുക, obey the truth, സത്യത്തെ അനുസരിക്കുക, live according to the Spirit, ദൈവത്തിന്റെ ആത്മാവിനനുസരിച്ച് ജീവിക്കുക, be filled with the Holy Spirit, എന്നാൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് put to death the deeds of the flesh. നിർജീവ പ്രവർത്തികളെ മരിപ്പിച്ചുകൊണ്ട്, And if you live in the Spirit, എന്നാൽ നിങ്ങൾ ആത്മാവിൽ ജീവിക്കുകയാണെങ്കിൽ, the sign is you will walk by the Spirit. നിങ്ങൾ ആത്മാവിനനുസരിച്ച് നടക്കുമെന്നുള്ളതാകുന്നു ലക്ഷണം. That's what Galatians 5:25 says. അതാകുന്നു ഗലാത്യ ലേഖനത്തിന് 5-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം പറയുന്നു. If you live by the Spirit, you will also walk by the Spirit. നിങ്ങൾ ആത്മാവിനനുസരിച്ച് നടക്കുന്നുവെങ്കിലോ നിങ്ങൾ ആത്മാവിനനുസരിച്ച് ജീവിക്കും. Galatians 5:16 says, ഗലാത്യ ലേഖനത്തിന് 5-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം പറയുന്നു, but if you walk by the Spirit, എന്നാൽ ആത്മാവിനനുസരിച്ച് നടക്കുമെങ്കിൽ you will not carry out the desires of the flesh. നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. Let's pray together. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. Because I believe God is challenging your heart today. ഞാൻ വിശ്വസിക്കുന്നു ദൈവം നിങ്ങളുടെ ഹൃദയത്തോട് ഇടപെടുന്നു. Don't let a counterfeit spirit lie to you. ഒരു കള്ള ആത്മാവ് നിങ്ങൾക്ക് നുണ പറഞ്ഞു തരുമ്പോൾ അതിനെ അനുവദിക്കരുത്. Don't fall in love with self glory, self promotion and the things of the world. സ്വയം ഉയർത്തുക, തന്നെത്താൻ ഉയർത്തുക എന്നുള്ള ഈ ലൗകികമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടരുത്. Oh, love the truth of God's word. ദൈവത്തിന്റെ സത്യത്തെ നിങ്ങൾ സ്നേഹിക്കുക. So that no deluding demonic spirit can influence you and steal your salvation. അത് മുഖാന്തരം വഞ്ചിക്കുന്നതായിട്ടുള്ള യാതൊരു പൈശാചിക ആത്മാക്കളും നിങ്ങളെ തെറ്റിക്കാതെ നിങ്ങളുടെ രക്ഷ എടുത്തു കളയാതിരിക്കണം. Lord, I pray for the church. കർത്താവേ, സഭയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. I pray that
the church will grow in love and for you and revive us, oh God. കർത്താവെ, ദൈവത്തോടുള്ള വലിയ സ്നേഹത്തിൽ വളർന്ന് കർത്താവെ ഒരു വലിയ ഉണർവിന്റെ അനുഭവത്തിലേക്ക് സഭ വരുമാറാകട്ടെ. Let the whole church walk in the fear of the Lord. കർത്താവെ, ദൈവത്തിൻ്റെതായിട്ടുള്ള വലിയ ഭയത്തിൽ സഭ നടക്കുമാറാകട്ടെ. And when you come, you will have no trouble recognizing us. അങ്ങ് മടങ്ങി വരുമ്പോൾ ഞങ്ങളെ തിരിച്ചറിയുവാൻ അങ്ങേക്ക് യാതൊരു പ്രയാസവും ഉണ്ടാകുകയില്ല. Our colors will be clear. ഞങ്ങളുടേതായിട്ടുള്ള നിറങ്ങൾ, ഞങ്ങളുടെ നിലപാടുകൾ എല്ലാം വ്യക്തമായിരിക്കും. We will hate lawlessness. ഞങ്ങൾ അധർമ്മത്തെ വെറുക്കും. And we will love godliness and righteousness. ഞങ്ങൾ നീതിയും ദൈവികതയും സ്നേഹിക്കുന്നവരായിരിക്കും. And we bless you, O Lord. ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. In Jesus' mighty name. യേശുവിന്റെ ബലമുള്ള നാമത്തിൽ. Amen and amen. ആമേൻ, ആമേൻ.